ഹലോ. അപ്പോൾ ഇന്നൊരു യാത്രയാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, വലിയൊന്ന് ഹെൽത്ത് സെൻ്ററിലേക്കാണ്. അപ്പോൾ എനിക്ക് ചുമയും പനിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാണിക്കാൻ വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ലീവ് ഉണ്ടായിരുന്നു. ഏട്ടനെ കൂട്ടിയിട്ട് പോകാൻ വിചാരിച്ചു. ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ധൈര്യമില്ല, എവിടെയെങ്കിലും വീഴുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ പകുതി എത്തിയപ്പോഴാണ് ഏട്ടൻ്റെ വാച്ച് ഓടുന്നില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി സൈഡ് നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. ആരെയിലൊക്കെ വരുന്നുണ്ടോ എന്നാണ് ഞാൻ ഈ നോക്കുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ടോക്കൺ 145. നല്ല തിരക്കുമായിരുന്നു. ഡോക്ടർ ആ ടൈമിൽ ടീ ബ്രേക്ക് എന്തോ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വലിയൊന്ന് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വലിയൊന്ന് ബേക്കറിയിൽ പോയി ഞാനൊരു ചായയും ഒരു പപ്സും പറഞ്ഞു. ഏട്ടനൊരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ചായയും പപ്സൊക്കെ വന്ന് കഴിച്ചു. ചായ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇങ്ങനെ കടയിൽ നിന്ന് കുടിക്കുമ്പോൾ മധുരം ആ ഗ്ലാസ്സിൻ്റെ താഴെ എത്തുമ്പോഴാണ് കിട്ടാറ്. പക്ഷെ ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. മധുരം ഓവറായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ അത് കുടിച്ച് തീർത്തു. പിന്നെ പപ്സ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്സ് നമ്മൾ വികാരമാണല്ലോ. അങ്ങനെ പപ്സും ലൈമും കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചായ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് ഹെൽത്ത് സെൻ്ററിൽ എത്തിയപ്പോഴേക്കും ടോക്കൺ 110 ആയിട്ടുള്ളായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് ഇരിക്കാൻ അവിടെ ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഫുള്ള് കോണിപ്പടിയിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കേണ്ടടത്തും ഒക്കെ ആളുകളായിരുന്നു. കുറേ നേരമൊക്കെ നിന്നിട്ടും വരി നീങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ടോക്കൺ എടുക്കുന്ന അവിടെ പോയിരുന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഏട്ടൻ ഞാൻ പോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ചീത്ത. അങ്ങനെ ഒരുവിധം ഡോക്ടറെ കാണിച്ച് പുറത്തിറങ്ങി മരുന്ന് വാങ്ങുന്ന അവിടെ എത്തിയപ്പോൾ അതിലും വലിയ ക്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ 125 ആയിട്ടുള്ളായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മരുന്നൊക്കെ കിട്ടി. മരുന്ന് വാങ്ങാതെ പോന്നിട്ട് കാര്യമില്ലല്ലോ. മരുന്നൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നിട്ട് വേറെ എങ്ങോട്ടും പോയില്ല. ഒന്ന് വളാഞ്ചേരിയൊക്കെ പോയി കറങ്ങിയിട്ട് വരാം വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്